നമസ്കാരം. വീണ്ടും എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുന്ന മലയാളം കുട്ടിക്കഥയുടെ പേര് ചെന്നായയും വൃദ്ധനും. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നേരിട്ട് നമുക്ക് കഥയിലേക്ക് കേൾക്കാം. ചെന്നായയും വൃദ്ധനും സാധാരണ നമ്മൾ കണ്ടുവരാറുള്ള ഈസോപ്പ് കഥകളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു കുട്ടിക്കഥയാണ് ഇന്നത്തേത്. ചെന്നായ നമ്മൾ സ്വതവേ കാട്ടിലാണ് കാണാറുള്ളതല്ലേ. പക്ഷേ ചില സമയത്ത് ഈ ചെന്നായ്ക്കളുണ്ടല്ലോ, കാട്ടിൽ ഭക്ഷണം കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് വരുന്ന സമയത്ത് മെല്ലെ നാട്ടിലോട്ടും അടുത്തുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ വരാറുണ്ട്. ഭയങ്കര ഭീകരനായ സാധനമാണ്, കുറച്ച് പേടിക്കണം. കുറുക്കനേക്കാളും അധികം നമ്മൾ പേടിക്കേണ്ട സാധനമാണ് ചെന്നായ. അപ്പം അങ്ങനെയുള്ള ഒരു ചെന്നായയുടെ കഥ. വിശന്ന് വലഞ്ഞ ഒരു ചെന്നായ ഇതേപോലെ ആഹാരം തേടി നടക്കുകയായിരുന്നു. കുറേ നടന്നു. കാട്ടിലെങ്ങോ ഒന്നിനെ അതിന് പിടിച്ച് തിന്നാൻ കിട്ടിയില്ല. കുറേ നടന്നപ്പോൾ അത് വിചാരിച്ചു, ഇവിടെ നടന്നിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത് കുറച്ച് ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതിലും ഭേദം അടുത്ത് ഗ്രാമമുണ്ട്, വലിയ ആൾത്താമസമില്ലാത്ത വല്ലയിടത്തും പോയി പതിയിരുന്ന എന്തെങ്കിലും കിട്ടും, ഒന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യക്കുഞ്ഞിനെങ്കിലും കിട്ടാതിരിക്കില്ല എന്നാലോചിച്ച് അവൻ വേഗം അധികം പണിയെടുക്കാതെ വേഗം അടുത്തുള്ള ഗ്രാമത്തിലേക്ക് കടന്നു. അപ്പോൾ ഗ്രാമത്തിൻ്റെ ഏറ്റവും അറ്റത്താണ് കേട്ടോ കാട്. അപ്പോൾ ആ അറ്റത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി കരയണ ശബ്ദം അവൻ കേട്ടു. കുട്ടി, ആഹാ, എന്നാൽ അവിടെ ചെല്ലാം, കുട്ടിയെ പിടിച്ചിട്ട് വരാം എന്ന് മനസ്സിൽ കരുതിയിട്ട് അങ്ങോട്ട് ചെന്നു. ചെന്നായ മെല്ലെ ചെന്ന് ചെവി വാട്ടം പിടിച്ചു. അപ്പോൾ കുട്ടിയാണെങ്കിൽ നല്ല കരച്ചിൽ. കുട്ടിയെ അപ്പോൾ അവൻ്റെ മുത്തശ്ശിയാണെങ്കിൽ വഴക്ക് പറയുന്നുണ്ട്, നല്ല ചീത്ത പറയുന്നുണ്ട്. കുട്ടി കരച്ചിൽ നിർത്തരാതിരിക്കുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ടു. കരച്ചിലിപ്പം നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ, നിന്നെ ഞാൻ ചെന്നായിക്ക് ഇട്ട് കൊടുക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട, ഒന്ന് നിർത്തുണ്ടോ കുട്ടി ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറയണു കുട്ടിയെ അമ്മൂമ്മ വഴക്ക് പറയണം. ഇത് കേട്ട ചെന്നായി എന്തായി, ആഹാ, അപ്പം എന്തായാലും കരച്ചിൽ നിർത്താത്തിടത്തോളം അവസാനം ഇവനെ എനിക്കെന്നെ കിട്ടും എന്ന് മനസ്സിലങ്ങോട്ട് തീരുമാനിച്ചു. ഞാനെന്തിനാ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാകാൻ പോണത്, ഇവിടെ എന്നെ അങ്ങോട്ട് കാത്തിരുന്നാൽ പോരെ, എപ്പോഴെങ്കിലും എന്തായാലും തരുമല്ലോ, വേഗം തന്നെ നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെ പതുങ്ങിയിരുന്നു. കുട്ടിയെ കിട്ടുന്നതെന്ന് നോക്കി അവനവിടെ കാത്തിരുന്നു. നേരത്തെ ചെന്നതാണേ, കുറേ നേരമായി അവിടെ ഇരിക്കുന്നു. ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ കുട്ടിക്കാണെങ്കിൽ അമ്മൂമ്മ ചീത്ത പറയേണ്ടത്, കുട്ടിക്കരയണു, അമ്മൂമ്മ ചീത്ത പറയേണ്ടത്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം രാത്രിയായി. കാത്തിരുന്ന് മുഷിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ മുത്തശ്ശി വന്ന് വേറെന്തോ പറയണ ശബ്ദം കേട്ടു. ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ചെന്നായ ചെവി വെച്ചിട്ട്, കരയാതെ എൻ്റെ മുത്തുമണി, നീ എന്തിനങ്ങനെ കരയണത്, മുത്തശ്ശിയുടെ സ്വത്തല്ലേ ഇത്, നിന്നെ ഞാനൊരു ചെന്നായ്ക്കും വിട്ടുകൊടുക്കില്ല, ഒരുത്തനും വിട്ടുകൊടുക്കില്ല. അങ്ങനെ വല്ല ചെന്നായും വന്നാലുണ്ടല്ലോ, ഞാൻ തല്ലിക്കൊന്ന് ദൂരെ കാട്ടിലേക്ക് എറിയും, എൻ്റെ കുട്ടി പേടിക്കല്ലേ എന്ന് പറഞ്ഞ് ആ മുത്തശ്ശി കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെച്ച് കെട്ടിപ്പിടിക്കുന്നതായിരുന്നു ചെന്നായ കണ്ടത്. ചെന്നായത് കണ്ടത് ആകെ എന്ത് ചെയ്യണം എന്നറിയാനായി. ചെന്നായ മനസ്സിൽ വിചാരിച്ചു, ഇതാണ് ഈ മനുഷ്യന്മാരുടെ കുഴപ്പം, പറയുന്ന ഒന്ന് ചെയ്യുന്ന വേറൊന്ന്. ചെന്നായ മനസ്സിൽ ദേഷ്യം വന്ന് പിറുപിറുത്തുകൊണ്ട് ആഹാരത്തിന് വേണ്ടി അലയാൻ തുടങ്ങി. രാവിലെ തൊട്ട് ഇവിടെ ഇരിപ്പാ, ഇപ്പം കുട്ടിയെ കിട്ടുമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശി പറയണതും കേട്ടിട്ട് ഇരിക്കുകയാണ്. വിഡ്ഢിയായ ചെന്നായ അല്ലേ. ആരെങ്കിലും സ്വന്തം വീട്ടിലെ കുട്ടിയെ എടുത്തിട്ട് ചെന്നായ്ക്ക് ഇട്ട് കൊടുക്കുമോ? സ്വന്തം വീട്ടിൽ നിന്നല്ല, വഴി പോണ കുട്ടിയെ പിടിക്കാൻ സമ്മതിക്കുമോ? എന്നിട്ടല്ലേ ചെന്നായുടെ ഒരു കാര്യം. പക്ഷേ ചെന്നായ്ക്ക് എന്താ പറ്റിയ അബദ്ധം, ചെന്നായ പണിയെടുക്കാതെ വേഗം കിട്ടാമെന്ന് വിചാരിച്ചിട്ട് മൃഗങ്ങളെ കാട്ടിനകത്ത് തടുന്നതിന് പകരം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വന്ന് എളുപ്പത്തിൽ എന്തിനെങ്കിലും അകത്താക്കാമെന്നും പറഞ്ഞ് വന്നതായിരുന്നു. അവസാനം രാവിലെ തൊട്ട് പട്ടിണി കിടന്ന് ഒന്നും കിട്ടാതെ കുറച്ചും കൂടെ നിന്ന് അവിടെ നിന്നൊരു ഊരിയിടലും കൂടെ ചെയ്ത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ തല്ല ഉറപ്പാ. ചെന്നായ തല്ല് ചിലപ്പോൾ ആളുകൾ കൊല്ലും അല്ലേ. ഒരുപാട് പേര് വന്ന് പറ്റം ചേർന്ന് വന്ന് തല്ലുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ സംഭവിക്കാറ്. നമ്മുടെ നാട്ടിലും മൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിനെ ആട്ടി ഓടിക്കും അല്ലേ. അപ്പോൾ വേഗം ചെന്നായ അത് പേടിച്ച് അവിടെ നിന്ന് കാട്ടിലേക്ക് നടന്നു. ചെന്നായയുടെ പോലെയാണ് നമ്മുടെ അവസ്ഥയും. ചില സമയത്ത് എന്തെങ്കിലും വല്ലവരും കൊണ്ടുവന്ന് തരും, എളുപ്പത്തിൽ കിട്ടുമെന്നും പറഞ്ഞാൽ നമ്മളും കാത്തിരിക്കും. അവസാനം സമയത്തിന് ഒന്നും കിട്ടൂല്ല, അവസാന നിമിഷത്തിൽ കിടന്ന് നമ്മൾ ബുദ്ധിമുട്ടും. ഇതാണ് കുട്ടി ചെന്നായയുടെ കഥ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് കേട്ടോ.
നമ്മളും ചെന്നായ ഇരുന്ന പോലെ കാലത്തോട്ട് വൈകുന്നേരം വരെ അവിടെ ഇങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കും ഒന്നും കിട്ടില്ല. അതുപോലെയാണ് അവസാന നിമിഷത്തിൽ കടന്ന് ധൃതി കൂട്ടി ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക. അവനവന് വേണ്ടി അവനവൻ കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഇന്നത്തെ വളരെ കുഞ്ഞ് ആയിട്ടുള്ള ഈസോപ്പ് കഥ. പുതിയൊരു കഥയായിട്ട് അടുത്ത തവണ കാണാം. അതുവരേക്കും ടാറ്റാ. പറയും പോലെ ആരെങ്കിലും ബെൽഡീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതുപുത്തൻ കഥകളും വിശേഷങ്ങളും വിവരങ്ങളും നമുക്ക് ഒന്നിച്ച് കേൾക്കാം. ടാറ്റാ.